പുതിയ ക്യാപ്റ്റൻസിയിൽ പുതിയ കോച്ചിന്റെ കീഴിൽ പഞ്ചാബിന് ഗുജറാത്തിനെതിരെ ഉജ്ജ്വല ജയം കണ്ട മത്സരം. പക്ഷേ ഈ മത്സരത്തിൽ വഞ്ചി തിരുനക്കര തന്നെ എന്ന നിലയിൽ നിൽക്കുന്ന ഒരു താരമുണ്ട്, ഗ്ലെൻ മാക്സ്വെൽ. ഈ മത്സരത്തിലും ഡെക്കായി പുറത്താകാനായിരുന്നു ഗ്ലെൻ മാക്സ്വെലിന്റെ വിധി. ഈ മത്സരത്തിൽ നമുക്കറിയാം പഞ്ചാബ് ഉജ്ജ്വല വിജയം നേടുകയുണ്ടായി. ശ്രേയസ് അയ്യരുടെ മികവിൽ 97 റൺസ് നേടിക്കൊണ്ട് അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയുടെ നായകനായിരുന്ന ശ്രേയസ് അയ്യർ, കൊൽക്കത്തയെ കിരീടത്തിലേക്ക് നയിച്ച ശ്രേയസ് അയ്യരെ താരലേലത്തിൽ കൊൽക്കത്ത കൈവിട്ടിരുന്നു. അങ്ങനെ കൊൽക്കത്ത കൈവിട്ട ശ്രേയസ് അയ്യരെ പൊന്നും വിലക്ക് ടീമിലെടുക്കുകയായിരുന്നു പഞ്ചാബ് അവരുടെ നായകനായി അദ്ദേഹത്തെ അവരോധിക്കുകയും ചെയ്തു. അതുപോലെ റിക്കി പോണ്ടിംഗ്, ഡൽഹിയുടെ കോച്ചായിരുന്ന റിക്കി പോണ്ടിംഗ് പഞ്ചാബിന്റെ കോച്ചായി വരികയും ചെയ്തു. പക്ഷേ ഈ മത്സരത്തിൽ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂരിനൊപ്പം ഉണ്ടായിരുന്ന ഗ്ലെൻ മാക്സ്വെലും അവരുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരുന്നു. ഗ്ലെൻ മാക്സ്വെൽ ഇറങ്ങിയ ആദ്യ പന്തിൽ തന്നെ റിവേഴ്സ് സ്വീപ്പിന് ശ്രമിക്കുന്നു, LBWയിൽ കുരുങ്ങി ഔട്ട് ആവുകയും ചെയ്യുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ റിവ്യൂ കൊടുക്കാമായിരുന്നു. റിവ്യൂ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് നോട്ട് ഔട്ടായി മാറുകയും ചെയ്തേനെ. പക്ഷേ റിവ്യൂ പോലും കൊടുക്കാതെ വന്ന പോലെ മടങ്ങുന്ന ഗ്ലെൻ മാക്സ്വെലിനെയാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിലും IPLൽ വലിയ രീതിയിൽ ഫോം ഔട്ടായ താരമായിരുന്നു ഗ്ലെൻ മാക്സ്വെൽ. അതുകൊണ്ട് തന്നെ RCB അവരുടെ ടീമിൽ നിലനിർത്താതെ അദ്ദേഹത്തെ താരലേലത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. ആ സമയത്താണ് പഞ്ചാബ്, നമുക്കറിയാം മുമ്പും പഞ്ചാബിന്റെ താരമായിരുന്നു, പഞ്ചാബിലായിരുന്ന സമയത്ത് 2014-15 സീസണിലൊക്കെ മികച്ച ഫോമിൽ ഗ്ലെൻ മാക്സ്വെൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാകണം പഞ്ചാബ്, പ്രീതി സിൻഡയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് ഗ്ലെൻ മാക്സ്വെലിനെ ബാംഗ്ലൂരിൽ നിന്നും ഇങ്ങനെ താരലേലത്തിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ പൊന്നുവിലക്ക് വിളിച്ചെടുത്തത്. പക്ഷേ വീണ്ടും മാക്സ്വെൽ പഴയതുപോലെ ഫോമൗട്ടിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ മത്സരത്തിൽ ആദ്യ പന്തിൽ ഡെക്കായി എന്നതിനൊപ്പം തന്നെ കഴിഞ്ഞ 10 IPL ഇന്നിംഗ്സുകൾ എടുക്കുകയാണെങ്കിൽ 10ൽ 5ലും 0 മടങ്ങാനായിരുന്നു ഗ്ലെൻ മാക്സ്വെലിന്റെ വിധി. അതുപോലെ 19ാമത്തെ ഡെക്കാണ് അദ്ദേഹം ഈ IPL ഹിസ്റ്ററിയിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മുംബൈയുടെ മത്സരത്തിൽ രോഹിത് ശർമ്മ 18ാമത്തെ ഡെക്കിന് പുറത്താവുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. രോഹിത് അങ്ങനെ ഒരു നാണക്കേടിന്റെ റെക്കോർഡ് തന്റെ തോളിൽ മാറാപ്പ് പോലെ കൊണ്ടുപോയ ഒരു കളിയായിരുന്നു കഴിഞ്ഞ മുംബൈയുടെ മത്സരം. പക്ഷേ ഒരു മത്സരത്തിന് ശേഷം ഇതാ ഗ്ലെൻ മാക്സ്വെൽ ആ നാണക്കേടിന്റെ റെക്കോർഡ് എനിക്ക് തന്നെ വേണം എന്ന രീതിയിൽ വീണ്ടും 19ാമത്തെ തവണയും ഡെക്കായി ഈ IPLൽ മടങ്ങിയിരിക്കുകയാണ്. ഗ്ലെൻ മാക്സ്വെൽ നമുക്കറിയാം ഒരുപാട് ഹിസ്റ്ററിയുള്ള താരമാണ്. ഗ്ലെൻ മാക്സ്വെൽ കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഒറ്റക്ക് ജയിച്ച ഒരു മത്സരമുണ്ടായിരുന്നു ഗ്ലെൻ മാക്സ്വെലിൻ്റെതായി. ഡബിൾ സെഞ്ചുറി നേടിക്കൊണ്ട് ഗ്ലെൻ മാക്സ്വെൽ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ പൊഴിഞ്ഞപ്പോഴും അഫ്ഗാൻ ബോളർമാരെ പിച്ച് ചീന്തിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച ആ ഒരു മാസ്മരിക ഇന്നിംഗ്സ് നമ്മുടെ ഓർമ്മയിലുണ്ട്. ഗ്ലെൻ മാക്സ്വെൽ തന്നെ മുമ്പ് പഞ്ചാബിനൊപ്പമുള്ള സീസണിൽ ഏറ്റവും മികച്ച രീതിയിൽ ഫോമിൽ കളിച്ചതും നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ ആ ഒരു മാക്സ്വെലിന്റെ നിഴലിൽ മാത്രമാണ് ഇപ്പോഴത്തെ മാക്സ്വെൽ എന്ന് നമുക്ക് തീർച്ചയായും പറയേണ്ടി വരും. എന്നിട്ടും അദ്ദേഹത്തിന് വീണ്ടും പ്ലേയിങ് ഇലവനിൽ അവസരം കൊടുക്കുന്ന ടീം മാനേജ്മെന്റ് എന്താവും അദ്ദേഹത്തിൽ നിന്നും ഇനിയും പ്രതീക്ഷിക്കുക എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രേയസ് അയ്യർ 97 റൺസ് നേടിക്കൊണ്ട് ശ്രേയസ് അയ്യർക്ക് വേണമെങ്കിൽ സെഞ്ചുറിയിലേക്ക് എത്താമായിരുന്നു എന്ന് പറയാം. കാരണം 90കളിൽ 20ാമത്തെ ഓവറിന് മുമ്പ് തന്നെ അദ്ദേഹം എത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് ശശാങ്ക് സിംഗ് ഒരു ഭാഗത്ത് നിന്നും തകർത്തടിച്ചപ്പോൾ എന്റെ സെഞ്ചുറി ഒന്നും നോക്കണ്ട, നീ കളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയസ് അയ്യർ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. 14 പന്തിൽ 40കളിൽ എത്തി നിൽക്കുന്നു ശശാങ്ക് സിംഗ്. അവസാന ഓവറിൽ 5 ബൗണ്ടറികൾ ഉൾപ്പെടെ 22 റൺസാണ് ശശാങ്ക് സിംഗ് അടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ സെഞ്ചുറിക്ക് 3 റൺസ് അകലെ വെച്ച് ഈ ഇന്നിംഗ്സ് അവസാനിപ്പിക്കേണ്ടി വന്നു ശ്രേയസ് അയ്യർക്ക്. നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ ശ്രേയസ് അയ്യർ കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയുടെ നായകനായിരുന്നു, കൊൽക്കത്തയെ കിരീടത്തിലേക്ക് എത്തിച്ച നായകനായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഈ ലേലത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു KKR. അവർക്ക് ഇപ്പോൾ പഞ്ചാബ് പൊന്നും വിലക്ക് നേടിയെടുത്ത ശ്രേയസ് അയ്യർ ആദ്യ മത്സരത്തിൽ തന്നെ 97 റൺസുമായി ടീമിന്റെ വിജയശില്പിയായി മാറിയിരിക്കുകയാണ്. ശശാങ്ക് സിംഗിനെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ സീസണുകളിലെല്ലാം ശശാങ്ക് സിംഗും അശുതോഷ് ശർമ്മയും ഉള്ള ആ ഒരു കൂട്ടുകെട്ട് വാലറ്റത്ത് പൊരുതി നിന്നുകൊണ്ട് ഒരുപാട് മത്സരങ്ങൾ പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശശാങ്ക് സിംഗിനെ തന്നെ ഏതാണ്ട് 2 സീസൺ മുമ്പ് പ്രീതി സിൻഡ അബദ്ധത്തിൽ ലേലത്തിൽ വിളിച്ച ഒരു താരമായിരുന്നു ശശാങ്ക് സിംഗ്. പക്ഷേ അബദ്ധത്തിൽ കിട്ടിയ ഒരു നിധി തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഇന്നിംഗ്സുകളാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെയും ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ പോലും ശശാങ്ക് സിംഗ് കാഴ്ചവെക്കുന്നത്. അശുതോഷ് ശർമ്മ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ഫോമോട് കൂടി ഡൽഹിയെ വിജയത്തിലേക്ക് എത്തിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശശാങ്ക് സിംഗ് ഇന്നിതാ ഈ മത്സരത്തിൽ പഞ്ചാബിന് വേണ്ടി താൻ കഴിഞ്ഞ സീസണിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിജയത്തോടെ പഞ്ചാബ് ഈ സീസണിൽ തങ്ങളുടെ ആദ്യ മത്സരം വിജയിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുമ്പ് എന്ന് പറയുന്നത് പോലെ ശ്രേയസ് അയ്യർ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കപ്പടിച്ച നായകനാണ്. പഞ്ചാബിനെയും കപ്പിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.